ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും. പാർവതി ഇല്ലാതൊരു ശിവനുണ്ട്. ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ. അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുള്ള സ്ഥലത്തെങ്ങാണ് പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി? ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂലേ? മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ അങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും രണ്ടെണ്ണം കൊടുക്കട്ടെ, എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വരട്ടെ. അതല്ലേ വേണ്ടത്? അപ്പൊ ഇത് എന്ത് എവിടുത്തെ സേനയാണ്? ഏത് ശിവസേനയാണിത്? ശിവസേനക്ക് ശിവനെയും അറിയില്ല, പാർവതിയെയും അറിയില്ല. ശിവന്റെ മുടിക്കെട്ടിനുള്ളിൽ മറ്റേ നമ്മുടെ കക്ഷിയുണ്ട്, ഗംഗാദേവി, രണ്ടെണ്ണം. വടിയെടുക്കണ്ടേ അവിടെ? ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ്. ദമ്പതിമാരായിട്ട് വന്നവർ, സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ, ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം? എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ.